ബീഹാറിലെ കാര്യങ്ങൾ ഒന്നുകൂടി മാറി മറിയുകയാണ്. NDA വീണ്ടും അധികാരത്തിൽ വരും എന്നൊരഭിപ്രായ സർവേ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്ന ആൾ ഈ പ്രായാധിക്യത്തിൽ നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ അവർക്കൊരു തിരിച്ചടി ഉണ്ടാക്കുമോ? ഇന്ത്യ മുന്നണിക്ക് ഏതെങ്കിലും തരത്തിൽ നേട്ടത്തിലേക്ക് കടക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യവും നിൽക്കുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ ബീഹാർ വളരെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിൽ തന്നെയാണ്. രണ്ടു പക്ഷത്തും യഥാർത്ഥത്തിൽ 3 പക്ഷമുണ്ട്. ഈ ജൻ സ്വരാജ് പാർട്ടി എന്ന മൂന്നാമത്തെ പക്ഷമുണ്ട്, 4മതൊരു പക്ഷവും കൂടിയുണ്ട്. അത് വൈസിയും കൂട്ടരും എല്ലാം ചേർന്ന മറ്റൊരു വിഭാഗവുമുണ്ട്. പ്രധാന പോരാട്ടം NDA മുന്നണി, നിതീഷ് കുമാർ BJP സഖ്യം, അതുപോലെ ഇന്ത്യ മുന്നണി തേജസ്വി യാദവ്, രാഹുൽ ഗാന്ധി, അച്യുതണ്ട്. പക്ഷെ ഈ 2 സഖ്യത്തിനും അതിൻ്റെതായ മേഖലയിൽ കാര്യമായ സ്വാധീനമുണ്ട്. അതിനെ ഒന്നും കുറച്ച് കാണേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ അനുദിനം മാറി മറിയുന്ന ലീഡ് നില ഒരു ഹൈപ്പ് ഉണ്ടാക്കാം എന്നല്ലാതെ കൃത്യമായി ആർക്കും ഇവിടെ കേരളത്തിൽ ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ ബീഹാറിൽ ചെന്ന് നിന്നുകൊണ്ടോ കൃത്യമായ പ്രവചനങ്ങൾ നടത്താനാവാത്ത രീതിയിലേക്ക് കുഴഞ്ഞിരിക്കുന്നു. അതിനുള്ള കാരണം പലതാണ്. അതിനുള്ള കാരണമെന്ന് പറഞ്ഞത് നിതീഷ് കുമാർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രായാധിക്യം കാരണം അദ്ദേഹത്തിന് പ്രൈം ടൈം പിന്നിട്ടിരിക്കുന്നു. അദ്ദേഹം ബീഹാർ നാളിതുവരെ കണ്ട ഏറ്റവും സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള പൊളിറ്റീഷ്യൻ. 9 പ്രാവശ്യം അദ്ദേഹം മുഖ്യമന്ത്രിയായി. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ 10ാം ഊഴത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു. ഒരു പ്രാവശ്യം അദ്ദേഹം 5 വർഷം തികച്ചിരുന്നു എന്ന് പറയാനാവില്ല. അപ്പോൾ നിതീഷ് കുമാറിനെ ഒരിക്കൽ കൂടി മുഖ്യമന്ത്രി പദവിയിലേക്ക് ഇരുത്താൻ BJP തയ്യാറാകുമോ? ഇൻ കേസ് NDA ഗെറ്റ്സ് ദ മെജോറിറ്റി മാർക്ക് എന്ന് പറഞ്ഞാൽ 122 സീറ്റുകളാണ്. അഭിപ്രായ സർവേകൾ വെർട്ടിക്കലി ഡിവൈഡഡ് ആണ്. 56% നാളിതുവരെ നടന്ന അഭിപ്രായ സർവേകളുടെ എല്ലാം ഒരു ആവറേജ് എടുത്താൽ 56% അഭിപ്രായ സർവേകളും പറയുന്നത് NDA ആണ്. അത് കൃത്യം 50-ൽ സ്വല്പം കൂടുതൽ. 44% പറയുന്നത് ഇന്ത്യ മുന്നണി മുന്നിലാണ്, തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകും. ഇതിലെങ്ങനെയും വരാം. ഇനി ഒന്നുകൂടെ പറയാം, ഈ അഭിപ്രായ സർവേകളിൽ മഹാഭൂരിപക്ഷവും 60%-ഓളം അഭിപ്രായ സർവേകളും മുൻകാലങ്ങളിൽ ബീഹാറിൽ തെറ്റായിരുന്നു. 70% അഭിപ്രായ സർവേകളുടെ ഓൾ ഇന്ത്യ ശരാശരി വിജയം, അല്ലെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള ആ ഉദ്ദേശം എന്ന് ഉദ്ദേശം ശരിയായി വരുന്നത് 70%-ഓളമാണ്. പക്ഷെ ബീഹാറിലെ 56 മുതൽ 60% വരെ അഭിപ്രായ സർവേകൾ മുൻകാലങ്ങളിൽ തികച്ചും തെറ്റായിരുന്നു. അങ്ങനെയുണ്ടെങ്കിൽ അഭിപ്രായ സർവേകളെ നമ്പിയിട്ട് എന്ത് കാര്യം? അപ്പോൾ അതുകൊണ്ട് പരമാവധി ചെയ്യാവുന്നത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആഴത്തിൽ വിലയിരുത്തുക. ഇവിടെ 2 ഇടത്തും കൃത്യമായ വോട്ട് ബാങ്കുകളുണ്ട്. നോക്കൂ, തേജസ്വി യാദവിനോടൊപ്പം നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിൽ കൃത്യമായ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അത് യാദവ് മുസ്ലിം വോട്ട് ബാങ്കാണ്. സംസ്ഥാന ജനസംഖ്യയുടെ 30%-ഓളം വരും. അവർ എവിടെയും പോവില്ല. അതിൻ്റെ മഹാഭൂരിപക്ഷവും സംസ്ഥാന ജനസംഖ്യയുടെ 30% വരുന്നതിൽ ഏതാണ്ട് 27%, മൊത്തം ജനസംഖ്യയിൽ 25 മുതൽ 27% വരെ ഫിക്സ്ഡ് വോട്ട് ബാങ്കാണ്. അതിനുശേഷം തേജസ്വി യാദവിനെ വ്യക്തിപരമായി സ്വാംശീകരിക്കാവുന്ന കുറേ വോട്ടുകളുണ്ട്. അത് യാദവ് വോട്ടുകളല്ല, അത് വികസന വോട്ടുകളുമല്ല, അത് യൂത്ത്ഫുൾ എക്യൂബറൻസ്, അതുകൊണ്ടുണ്ടാകുന്ന തേജസ്വി ഇഫക്റ്റ് എന്ന് പറയാം. പണ്ട് ലാലു ഇഫക്റ്റ് ഉണ്ടായിരുന്നു. ലാലു ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു നേതാവായിരുന്നു. സമാനമായ രീതിയിൽ ജനങ്ങളുമായി, പ്രത്യേകിച്ച് യുവജനങ്ങളുമായി സംവദിക്കുന്ന ഒരു രീതി. 1 കോടി ആളുകൾക്ക് 1 കോടി ഭവനങ്ങളിലേക്ക് സർക്കാർ ജോലി എത്തുന്നു എന്നൊക്കെ ഉഗ്രമായ പ്രഖ്യാപനം ഒരുപാട് പേരെ യങ്സ്റ്റേഴ്സിനെ ആകർഷിച്ചിട്ടുണ്ട്. ഒന്ന്, ഇപ്പോൾ ജംഗിൾ രാജിൻ്റെ പേക്കിനാവുകൾ പേറുന്ന ഒരു ഇമേജ് ഉണ്ട് RJDക്ക്. മുൻകാലങ്ങളിൽ സ്ത്രീ സൗഹൃദമല്ലായിരുന്നു RJD, അല്ലെങ്കിൽ പീഡനങ്ങളും കൊള്ളയും കൊള്ളിവെപ്പും ജംഗിൾ രാജൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് വീണ്ടും ഭരണപക്ഷം ഓർമ്മിപ്പിക്കുകയാണ്. തേജസ്വി വന്നാൽ വീണ്ടും അഴിഞ്ഞാട്ടമായിരിക്കുമോ? പക്ഷെ അതിനെല്ലാം മറികടന്നുകൊണ്ട് തേജസ്വി ഇഫക്റ്റ് അവിടെ വർക്ക് ചെയ്യുന്നു. രാഹുൽ ഗാന്ധിയും തേജസ്വിയും കോർഡിനേറ്റഡായി വർക്ക് ചെയ്യുന്നു. ആദ്യം കോർഡിനേറ്റഡ് ആയിരുന്നു വോട്ട് അധികാർ യാത്രയിൽ. കോൺഗ്രസും RJDയും ഒരുമിച്ച് പോയി. രാഹുൽ തേജസ്വി ഒന്നാം തരം കോമ്പിനേഷനാണ്. ഉത്തർപ്രദേശിൽ രാഹുൽ ആൻഡ് അഖിലേഷ് കോമ്പിനേഷൻ പോലെ ബീഹാറിലെ കോമ്പിനേഷൻ അത് വർക്ക് ചെയ്യും എന്ന ഘട്ടം വന്നപ്പോഴാണ് രാഹുൽ ഗാന്ധി റെഫ്യൂസ് ടു ഡിക്ലെയർ തേജസ്വി യാദവ് ആസ് ദി ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ്.
തേജസ്വി ആള് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ മുൻകൂട്ടിയൊക്കെ പ്രഖ്യാപിച്ചു. തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇവിടെ പ്രഖ്യാപിക്കുമെന്ന കണക്കിൽ. പക്ഷെ രാഹുൽ ഗാന്ധി വഴങ്ങിയില്ല. വളരെ വൈകി, മനസ്സില്ലാ മനസ്സോടെ ഒരുപാട് ഡാമേജ് വന്നു കഴിഞ്ഞപ്പോൾ, ഏതാണ്ട് RJD ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന ഘട്ടമൊക്കെ വന്നപ്പോൾ, പരസ്പരം കോൺഗ്രസിനെതിരെ മത്സരിക്കുമെന്ന ഘട്ടമൊക്കെ വന്നപ്പോൾ RJD നേതാവ് തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർത്താൻ അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്യാൻ കോൺഗ്രസ് തയ്യാറായി. നിലവിൽ അഭിപ്രായ സർവേകളുടെ സൂചനയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒബ്ജക്റ്റീവ് കൺസിഡറേഷൻ്റെ അടിസ്ഥാനത്തിലല്ലേ പറയാനാവൂ. അഭിപ്രായ സർവേകൾ സൂചനയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 56% ആകെ എടുത്ത അഭിപ്രായ സർവേകളിൽ ഭൂരിപക്ഷവും, ചെറിയ ഭൂരിപക്ഷം NDAക്ക് അനുകൂലമാണ്. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഭൂരിപക്ഷം സർവേകളും പ്രൊജക്ട് ചെയ്യുന്നത് തേജസ്വി യാദവിനെയാണ്. എങ്ങനെ ശരിയാകും? NDA ഭരണത്തിലേക്ക് വരുന്നു എന്ന് അഭിപ്രായ സർവേകളിൽ കൂടുതൽ പറയുന്നു. പക്ഷേ ഈ ഇന്ത്യ മുന്നണിയുടെ നേതാവ് മുഖ്യമന്ത്രിയാകുമെന്ന് പറയും. ഇതെങ്ങനെ ശരിയാകും? അതുകൊണ്ടാണ് കൃത്യമായി നമുക്ക് പ്രവചിക്കാനാവില്ല. എന്നെ കേൾക്കുന്ന നമ്മുടെ ഈ പരിപാടി കേൾക്കുന്ന ആളുകൾക്ക് അവരുടെ മനോധർമ്മം ഉപയോഗിച്ചുകൊണ്ട് അത് വ്യാഖ്യാനം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നാണ്. ഉറപ്പായും ഭരണവിരുദ്ധ വികാരമുണ്ട്. പക്ഷെ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാവുന്ന രീതിയിൽ മറ്റ് ചില ഫാക്ടേഴ്സോട് വർക്ക് ചെയ്യുന്നു. നിതീഷ് കുമാർ ആണല്ലോ മുഖ്യമന്ത്രി. കഴിഞ്ഞ 20 വർഷം നിരന്തരം മുഖ്യമന്ത്രി പദവിയിലിരുന്നു. NDAയോടൊപ്പവും ഇന്ത്യ മുന്നണിയോടൊപ്പവും അല്ല UPA സഖ്യത്തിലും ഒക്കെ മാറിയും മറിഞ്ഞും മുഖ്യമന്ത്രി പദത്തിലിരുന്ന അദ്ദേഹത്തിനെതിരെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഭരണവിരുദ്ധ വികാരം. ബീഹാറിന്റെ റോഡുകളൊക്കെ ഹേമമാലിനിയുടെ കവിൾത്തടം പോലെ മിനുസമുള്ളതായിരിക്കും എന്ന പ്രഖ്യാപനമൊക്കെ പഴങ്കഥയാണ്. അതൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗങ്ങളല്ലേ. ഇപ്പോൾ ഇതാ ബീഹാറിൽ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച്, പോരായ്മകളെക്കുറിച്ച് വലിയ ചർച്ചകളുണ്ട്. ഇപ്പോഴും നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന വേൾഡ് ബാങ്ക് റിപ്പോർട്ട് അനുസരിച്ച്, നീതി ആയോഗിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച്, UNDP റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളൊന്ന് ബീഹാറാണ്. അത് യാഥാർത്ഥ്യമായി നിൽക്കുന്നു. പക്ഷേ അവിടെ വികസനം ആളുകളിലേക്ക് കുറേയൊക്കെ എത്തിയിട്ടുമുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ മുൻകാലങ്ങളിൽ ഡിപ്ലോറബിൾ കണ്ടീഷനിൽ നിന്നും ഏറെ മുന്നോട്ട് പോയി. അത് നിതീഷ് കുമാറിന്റെ ഒരു ടച്ച് അതിനകത്തുണ്ട്. പക്ഷേ എത്ര കാലം ഈ സൽഭരണത്തിന്റെ പ്രയോജനം എത്ര കാലം വീണ്ടും 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 ആവർത്തിക്കാം? അതുകൊണ്ടാണ് ആന്റി ഇൻകംബൻസി ചെറിയ തോതിൽ ഉണ്ട്. പക്ഷേ ആന്റി ഇൻകംബൻസി വിഘടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ആന്റി ഇൻകംബൻസിയുടെ ഒരു വിഭാഗം കൊണ്ട് ജൻ സ്വരാജ് പാർട്ടി പോകും. ആരാണ്? ഈ പ്രശാന്ത് കിഷോറിന്റെ പുതിയ പാർട്ടി ഇപ്പോൾ യുവജനങ്ങളെയും അടിസ്ഥാന സൗകര്യ വികസനത്തെയും ജാതിക്ക് അതീതമായ, ജാതി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ഫോർമേഷനിലേക്ക് പോകും. നിതീഷ് കുമാർ ഇപ്പോഴും പറയുന്നത് എന്താണ്? യാദവിതര OBCകൾ, കുർമി വിഭാഗം, കൊയ്രി വിഭാഗം തങ്ങളോടൊപ്പമാണ്, മഹാദളിതുകൾ തങ്ങളോടൊപ്പമാണ്. ജിതൻ റാം മാഞ്ചിയൊക്കെ ഹിന്ദുസ്ഥാൻ അവാം പാർട്ടിയൊക്കെ നിൽക്കുന്നു. രാംവിലാസ് പാസ്വാന്റെ പാർട്ടി, ചിരാഗ് പാസ്വാൻ നയിക്കുന്ന ലോക് ജനശക്തി പാർട്ടി, ദളിതുകളുടെ വലിയ പിന്തുണയാണ് ഇവിടെ ഉള്ളത്. BJP കൊണ്ടുവരുന്ന മുന്നാക്ക വിഭാഗ വോട്ടുകളുണ്ട്, വികസന വോട്ടുകളുണ്ട്, മോദി പ്രഭാവം, അമിത്ഷാ പ്രഭാവം, ഇതൊന്നും തന്നെ തള്ളിക്കളയാനാവില്ല. ഇതെല്ലാം ചേർത്ത് വരിക്കുമ്പോൾ തങ്ങൾക്ക് ജയിക്കാനാവും എന്ന ഒരു കണക്കുകൂട്ടലിലാണ് നിതീഷ് കുമാർ. പക്ഷേ നിതീഷ് കുമാറിന് എതിരെയുള്ള ആന്റി ഇൻകംബൻസി കോൺഗ്രസ് RJD സഖ്യത്തിലേക്കും മറ്റേ വിഭാഗത്തിലേക്കും, ജൻ സ്വരാജിലേക്കും പോകുമ്പോൾ അതിന്റെ പ്രയോജനം ലഭിക്കുന്നത് നിതീഷ് കുമാറിന് തന്നെയാണ്. പക്ഷേ അവിടെ വേറൊരു പോരാട്ടം കൂടെ നിതീഷ് കുമാറിന് ചെയ്യാനുണ്ട്. 2 പാർട്ടികൾ, BJPയും RJDയും ഒരേ നമ്പർ സീറ്റുകൾ, 101 സീറ്റുകൾ വീതം മത്സരിക്കുന്നു. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഒരേപോലെ ആവണം. when other things remain equal, the winnability also is almost same. ഉദാഹരണത്തിന് 2 പാർട്ടികളും 60 സീറ്റുകൾ വീതം ജയിക്കുന്നു. അങ്ങനെയല്ല മുൻകാലങ്ങളിൽ സംഭവിച്ചത്. മുൻകാലങ്ങളിൽ BJP ഏറെ നേട്ടം കൊയ്യുകയും JDU സമാനമായ നമ്പർ ജയിക്കാതിരിക്കുകയും ചെയ്യുന്നു. അതിനർത്ഥം എന്താ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിലാസ് പാസ്വാന്റെ പാർട്ടി, ചിരാഗിന്റെ പാർട്ടി ഈ നിരന്തരം JDU കാൻഡിഡേറ്റ്സിനെതിരെ മത്സരിച്ചു. എല്ലാ സീറ്റുകളിലേക്കും മത്സരിച്ചു. അവർ പരാജയപ്പെട്ടു. JDU കാൻഡിഡേറ്റ്സിനെ പരാജയപ്പെടുത്താൻ വേണ്ടി BJP ഇറക്കിയ ബ്രഹ്മാസ്ത്രം, അല്ലെങ്കിൽ അകത്തു നിന്നുള്ള ട്രോജൻ ഹോഴ്സ് എന്ന നിലയിലാണ് ഈ പറയുന്ന പാർട്ടിയെ കണ്ടത്, രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയെ കണ്ടത്. ഇപ്രാവശ്യം അങ്ങനെയല്ല. ആ പാർട്ടി മുന്നണിയായി മത്സരിക്കുന്നത്. പ്രമുഖരായ 5 പാർട്ടികളുണ്ട്. അതുകൊണ്ടാണ് അമിത്ഷാ പഞ്ചപാണ്ഡവന്മാരുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് BJP ഒന്നോ രണ്ടോ ആയിട്ട് വരും, JDU 2 പ്രധാന കക്ഷികൾ, 29 സീറ്റിൽ മത്സരിക്കുന്ന രാംവിലാസ് പാസ്വാന്റെയും ചിരാഗ് പാസ്വാന്റെയും പാർട്ടി,
പിന്നീട് മത്സരിക്കുന്ന ഈ 6 സീറ്റുകളിൽ വീതം മത്സരിക്കുന്ന ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാൻ അവാം പാർട്ടിയും മറ്റൊരു പാർട്ടിയും. അപ്പം 5 പാർട്ടികളുണ്ട്. ഇത് തമ്മിൽ സാമാന്യം തരക്കേടില്ലാത്ത ഏകോപനമുണ്ട്. JDU BJP തർക്കം മാത്രമാണ് ഒരു പരിധിവരെ കീറാമുട്ടിയാകുന്നത്. JDUവിനെ പിളർത്തി BJP മുഖ്യമന്ത്രി പദത്തിലേക്ക് വരെ കണ്ണെറിയുന്നു എന്ന രീതിയിൽ ഒരു സംസാരമുണ്ട്. അത് തീർത്തും അസംഭവ്യമായ കാര്യമൊന്നുമല്ല. JDUവിൻ്റെ സീറ്റ് ടാലി ഉദാഹരണത്തിന് 45ലേക്ക് എത്തി നിൽക്കുന്നു. BJPക്ക് 65 സീറ്റുകളും ലഭിക്കുന്നു. BJP സ്വാഭാവികമായി വലിയ കക്ഷിയാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലതാനും മറ്റ് കക്ഷികൾക്ക് ചേർത്ത് ഭൂരിപക്ഷത്തിനുള്ള 122 സീറ്റുകളിലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദവി വേണം എന്ന് പറയുന്നു. ജൂനിയർ പാർട്ണറായി മാറുന്നു. അപ്പോഴും മുഖ്യമന്ത്രി കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ. അപ്പോൾ BJP പറയാൻ സാധ്യതയുണ്ട്, വേണ്ട, ഇപ്രാവശ്യം വേണ്ട, താങ്കളെ ഒരു സംസ്ഥാന ഗവർണറായിട്ട് അയക്കാം, അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് കൊണ്ടുവരാം, കേന്ദ്രമന്ത്രിയാക്കാം. അത് സ്വീകാര്യമല്ല എങ്കിൽ പിന്നെ സംഭവിക്കുന്നത് ജനതാദൾ യുണൈറ്റഡിലെ ഒരു പിളർപ്പാണ്. മഹാരാഷ്ട്രയിൽ ശിവസേന എങ്ങനെയാണ് പിളർന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിൽ പിളരുമെന്ന് പറയാൻ ഞാൻ ആളല്ല, പക്ഷേ അസംഭവ്യമായ കാര്യമല്ല. BJPക്ക് മുഖ്യമന്ത്രി പദവിയിലേക്കാണ് നോട്ടം. പക്ഷെ അതൊക്കെ ഈ സാഹചര്യമാണെങ്കിൽ, പക്ഷെ കൃത്യമായ നമ്പറാണ് ജനതാദൾ യുണൈറ്റഡിനും BJPക്ക് ലഭിക്കുന്നത്. വ്യക്തമായ ഭൂരിപക്ഷമുണ്ടെങ്കിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത. അങ്ങനെ BJPക്ക് അങ്ങനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് നോട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ദേശീയ രാഷ്ട്രീയത്തിലും ചില വ്യത്യാസങ്ങൾ. അതുകൊണ്ടാണ് നിതീഷിനെ കോൺഫിഡൻസ് എടുത്തുകൊണ്ട് ചെയ്യാൻ സാധിക്കും. കാരണം നിതീഷും ജിതൻ റാം മാഞ്ചിയും തേജസ്വി ഈ രാംവിലാസ് പാസ്വാന്റെ പാർട്ടിയും എല്ലാം കൂടെ നൽകുന്ന കുറെ സീറ്റുകളുണ്ട്. 10-18 സീറ്റുകളുണ്ട് ബീഹാറിൽ നിന്ന്. ആ സീറ്റുകളുടെ കൂടെ പിന്തുണയിലാണ് ദേശീയ ജനാധിപത്യ സഖ്യം കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. അത് പരിഗണിക്കുമ്പോൾ നിതീഷിനെ പൂർണ്ണമായി പിണക്കാനാവില്ല. നിതീഷ് കൊണ്ടുവരുന്ന 12 MP പിൻബലം. ഇനി അതിനുള്ളിലും പിളർപ്പുണ്ടാക്കാൻ സാധിക്കുമോ അറിയില്ല. പക്ഷെ ചന്ദ്രബാബു നായിഡുവിന്റെ പിൻബലമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് സാമാന്യം ശക്തമായിട്ട് തന്നെയാണ്. ഇപ്പൊ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ അവിടെയാണ് വിഷയം. അതുകൊണ്ടാണ് 2 പക്ഷത്തും വിജയപ്രതീക്ഷയുണ്ട്. ഇന്ത്യ മുന്നണിയും പറയുന്നു തങ്ങൾക്ക് തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് അവര്. അതും തുച്ഛീകരിച്ച് കാണേണ്ട ആവശ്യമില്ല. തേജസ്വി യാദവ് വളരെ പോപ്പുലറാണ്. വലിയ ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്നു. രാഹുൽ ഗാന്ധിയും തേജസ്വിയും കൂടിയുള്ള സംയുക്ത പ്രചാരണത്തിൽ വലിയ ഓളമാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ വോട്ടായി മാറുമോ? ഹരിയാനയിൽ ഓളമുണ്ടായി, വോട്ടായി മാറിയില്ല. മഹാരാഷ്ട്രയിൽ ഓളമുണ്ടായി, വോട്ടായി മാറിയില്ല. അപ്പൊ ഇന്ത്യ മുന്നണിക്ക് അവിടെ വോട്ടാക്കാൻ പറ്റുമോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കുളത്തിൽ വരെ ഇറങ്ങി. അതെ അല്ലേ, മുകേഷ് സാഹ്നിയുടെ കൂടെ ഹിന്ദുസ്ഥാൻ പിന്നെ ഈ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, ആ പാർട്ടിയുടെ നേതാവുമായിട്ട് ചേർന്നുകൊണ്ട് എന്നിട്ട് പറഞ്ഞു നരേന്ദ്രമോദി കുളത്തിലല്ല ഇറങ്ങിയത്, ഒരു ആർട്ടിഫിഷ്യൽ കുളം ഉണ്ടാക്കി ഛാത് പൂജ സമയത്ത് പിന്നെ ഒരു ജലാശയത്തിന്റെ പ്രതീക്ഷിച്ച് ഇറങ്ങിയതുപോലല്ല, ഞാനിതാ യഥാർത്ഥ ഫിഷർമാനോടൊപ്പം ഈ നദിയിൽ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരാണ് കുളം കലക്കാൻ ശ്രമിക്കുന്നത്, ആരാണ് കളം പിടിക്കാൻ ശ്രമിക്കുന്നത്, ഇതെല്ലാം നമ്മൾ മാറി നിന്നുകൊണ്ട് കാണുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.